ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ 5-ൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയും സെക്ഷൻ 5-ൽ വരില്ല. ഈ 4 കണ്ടീഷനും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ സെക്ഷൻ 5-ൽ പറയുന്ന പ്രകാരമുള്ള ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആവുകയുള്ളൂ. സെക്ഷൻ 5-ൽ വരുന്ന ട്രാൻസ്ഫർ മാത്രമാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി പ്രകാരമുള്ള ട്രാൻസ്ഫർ. മറ്റൊരു ട്രാൻസ്ഫറും ആക്ടിന്റെ പർവ്യൂവിൽ വരില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യേണ്ടി വരില്ല, സ്റ്റാമ്പും വേണ്ടിവരില്ല. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ കീഴിൽ വരുന്നതാണെങ്കിൽ രജിസ്ട്രേഷനും സ്റ്റാമ്പും വേണ്ടിവരും. സെക്ഷൻ 5-ൽ പറയുന്ന കണ്ടീഷൻ 1, ട്രാൻസ്ഫറർ ഷുഡ് ബി എ ലിവിംഗ് പേഴ്സൺ. ട്രാൻസ്ഫറർ ലിവിംഗ് പേഴ്സൺ അല്ല എങ്കിൽ ആ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി പ്രകാരമല്ല നടക്കുന്നത് എന്നാണ്. ഉദാഹരണമായി പറഞ്ഞാൽ വില്ല്. 2, ട്രാൻസ്ഫറി ഷുഡ് ബി ലിവിംഗ് പേഴ്സൺ. ട്രാൻസ്ഫറി ലിവിംഗ് പേഴ്സൺ അല്ല എങ്കിൽ ആ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി പ്രകാരം ആവുകയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ ലാൻഡ് അക്വിസിഷൻ ബൈ ഗവൺമെന്റ്. 3, there must be actual conveyancing of property from the transferor to the transferee. 4, property can be either present or future.